ഈ സോൾ അറ്റാച്ച്മെൻറ്റും ബാധ അറ്റാച്ച്മെൻറ്റും നമ്മൾ പറയുമ്പോൾ ഇതിനെപ്പറ്റി ആൾക്കാർക്ക് സംശയമുണ്ട്. എന്താണ് സോൾ, എന്താണ് ബാധ? ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടി പറയാം. വീണ്ടും ആൾക്കാർ ചോദിക്കുന്നുണ്ട്. സോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവാണ്. ഈ ബാധകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ ചെയ്തു വിടുന്ന ആഭിചാര കർമ്മങ്ങളിൽ പെടുന്നതാണ് ബാധകൾ, ബാധദുരിതങ്ങൾ, ശത്രുബാധകൾ എന്നൊക്കെ പറയുന്നത് ആ കാറ്റഗറിയാണ്. ചിലപ്പോൾ സോളിനെ തന്നെ ഈ മാന്ത്രികർ പിടിച്ചിട്ട് ബാധയാക്കി മാറ്റി ആൾക്കാരിലേക്ക് വിടുന്നൊരു പരിപാടിയുണ്ട്. അതെങ്ങനെയാണ് വിടുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ. സോള് അതായത് അപ്പോൾ ഒരു പവർ കൂടുതലായിരിക്കും. സോളിനെ വിടുന്ന വെച്ച് കഴിഞ്ഞാൽ ശക്തി കൂടുതലായിരിക്കും. അപ്പോൾ എപ്പോഴും ബാധകളെക്കാളും പവർ കൂടുതൽ സോളിനാണ്. നമ്മൾ മരിച്ചുപോയ ആളുകളുടെ ആത്മാക്കൾ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോള്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ചിട്ട് ഇപ്പോൾ അപകടത്തിൽ മരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ബൈക്ക് ആക്സിഡൻറ്റ് മരിക്കുന്നു, വിഷം കുടിച്ച് മരിക്കുന്നു, അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ആത്മഹത്യ ചെയ്യരുത്, ഒരിക്കലും ഒരാളും ചെയ്യരുത്. ഇത് വീഡിയോ കേൾക്കുന്നത് നിങ്ങൾക്ക് ഒരു അവയർനെസ്സിലേക്ക് വരണം. നിങ്ങൾ ആത്മഹത്യ ചെയ്താൽ നമ്മുടെ സോള് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. പക്ഷേ നമ്മൾ മോക്ഷത്തിലേക്ക് പോകുന്നില്ല, ലൈറ്റ് വരുന്നില്ല നമ്മൾ കൊണ്ടുപോകാനായിട്ട്. 300-400 കൊല്ലമാണ് നമ്മുടെ എർത്ത് പ്ലെയിനിൽ കറങ്ങി നടക്കാം. ഞാൻ വീണ്ടും വീണ്ടും പറയണത്, അങ്ങനെയൊക്കെയുള്ള ടെൻഡൻസി ഉള്ള ആൾക്കാർ ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യാതിരിക്കും. നിങ്ങൾ ഇവിടെ നിന്ന് പോണത്, ഈ ദുരിതത്തിൽ നിന്ന് പോണത് ദുരിതത്തിൻ്റെ വേറെ കടലിലേക്കാണ്. പക്ഷെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതുപോലുള്ള ആളുകളൊക്കെയാണ്, മാന്ത്രികരായിട്ടുള്ള ആൾക്കാർ, ബാധകൾ, ദുരിതങ്ങളൊക്കെയാണ് കാത്തിരിക്കുന്നത്. ഇരുട്ടി കിടന്ന് ഇങ്ങനെ അലയുക. അപ്പോൾ അവിടെ ആരെങ്കിലും ഏതെങ്കിലും മാന്ത്രികൻ, ദുഷ്ടശക്തികളെ ചെയ്യുന്ന മാന്ത്രികന്മാരുടെ ആളുകൾ നിങ്ങളെ ആവാഹിച്ച് പിടിക്കും. നിങ്ങൾ അതിനൊരു ബാധയാക്കി മാറ്റും. എന്നിട്ട് അവരുടെ കരുവായിട്ട് ഉപയോഗിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് ഇത് നിങ്ങളെ പറഞ്ഞയക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ മോക്ഷത്തിലേക്ക് പോയി അവിടെ പോയിട്ട് അടുത്ത ജന്മം എടുക്കേണ്ട ഒരു സോളായിരിക്കും. നിങ്ങളാണ് ഈ മണ്ടത്തരം ചെയ്യുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരാളും ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുകയും ചെയ്യരുത്. നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കർമാസായിരിക്കും നിങ്ങളെ കൊണ്ട് അത് ചിന്തിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വേറൊരു ബാധ അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം, ഒരു സോൾ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. എപ്പോഴും ബാധകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സോൾ ഉണ്ടെങ്കിൽ, ശരീരത്തിലുണ്ടെങ്കിൽ ഇതുപോലുള്ള തോട്ട്സ് നമുക്ക് വരും. അപ്പോൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം നിങ്ങളതിന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഞാൻ ക്ഷേത്രത്തിലൊക്കെ പോയി അവിടെ ഇരിക്കുക കുറേ നേരം, അല്ലെങ്കിൽ എന്താണ് അത് മാറ്റി തരാവുന്ന ആരെങ്കിലും ചെല്ലുക, അങ്ങനെ എന്തെങ്കിലും ശ്രമിക്കുക. അതേപറ്റി അറിയാവുന്നവരോട് സംസാരിക്കുക. അങ്ങനെ നിങ്ങൾ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കണം. ദയവ് ചെയ്ത് ഒരാളും ആത്മഹത്യ ചെയ്യരുത്. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥയെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഈ സോളുകൾ എന്താണെന്ന് മനസ്സിലായി, ബാധ എന്താണെന്ന് മനസ്സിലായി. ഒരാൾ ചോദിച്ചു, 2-3 പേര് നമ്മുടെ ചാനലിൽ ചോദിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിനെപ്പറ്റി പറയുന്നത്. അതുപോലെ വേറെ കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ മോണിറ്റർ ചെയ്തേക്കണ 2-3 കേസുകളും എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ്, പണ്ടുണ്ടായ എക്സ്പീരിയൻസുകളാണ്. ചില ആൾക്കാർ ഇതുപോലെ തന്നെ പ്രായമായിട്ട് ഇതിനൊന്നും വിശ്വസിക്കാത്ത ആൾക്കാർ, അവർ ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് വയസ്സായിട്ട് മരിക്കാനായിട്ടുള്ള സമയത്തേക്ക് എത്തും. അവർക്ക് അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര എക്സ്പീരിയൻസാണ്. ഞാൻ അങ്ങനെ അനുഭവിച്ചു, ഇങ്ങനെ അനുഭവിച്ചു, ആൾക്കാരോട് പറയാനൊക്കെ അതാണ് അവരുടെ ഒരു രീതി. പക്ഷേ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളതിനെ പറ്റി അവർ ചിന്തിക്കാനുണ്ട്. ചിലപ്പോൾ അവർ പറയും നമ്മുടെ കർമ്മമാണെന്ന് പറയും. പക്ഷെ മുഴുവനും കർമ്മയല്ല. ഇതേപോലെ വന്ന് കിടന്നതായ ശത്രുത്വത്തിൽ നിന്ന് കിട്ടുന്നതായ ബാധകൾ, ദുരിതങ്ങൾ, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും വന്നു കയറുന്ന പ്രേതാത്മാക്കൾ ഒക്കെ അതുപോലെയൊക്കെ. ഇപ്പോൾ നമ്മൾ ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോൾ, അതായത് ഒരു ആക്സിഡൻറ്റ് നടക്കുകയാണ്, മിക്കവാറും ഞാൻ കണ്ടേക്കുന്നിടത്തൊക്കെ ആക്സിഡൻറ്റ് നടക്കുന്നിടത്തൊരു ബാധ ഉണ്ടാവും. ചുമ്മാ വണ്ടിയൊന്നും ആക്സിഡൻ്റ് ആവില്ല. അവിടെ അതിൻ്റെ ഉള്ളിലൊരു എന്തെങ്കിലും ബാധയോ അല്ലെങ്കിൽ ഒരു പ്രേതം ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ സമയത്ത് ഒരു ആക്സിഡൻ്റ് ആക്കുന്നതും അവർ തന്നെയാണ്. ആ സമയത്ത് നമ്മൾ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്തേക്ക് നമ്മൾ പെട്ടെന്ന് നമ്മൾ അങ്ങോട്ട് ചെല്ലാന്നിരിക്കും. നമുക്ക് ഭയക്കാണ്, നമ്മൾ പെട്ടെന്ന് പേടി വരെയാണ്. ഇപ്പോൾ നമ്മൾ ആക്സിഡൻറ്റ് നടക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ രക്ഷിക്കാൻ വേണ്ടി ഓടിച്ചെല്ലുന്ന അല്ലേ, നമ്മളങ്ങനെയാണല്ലോ, നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് നമ്മൾ ഓടിച്ചെല്ലുന്നു രക്ഷിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ചെല്ലണമെന്ന് ഞാൻ പറയില്ല, ഉറപ്പായിട്ടും ചെല്ലണം. പക്ഷേ പേടിക്കരുത്, നിങ്ങൾ ഭയക്കാതെ ചെല്ലണം. ഭയന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പൊക്കിലുള്ള ഇതിൽ കൂടി ചക്രയിൽ കൂടി സാധനം അതോട് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. എപ്പോഴും സംഭവിക്കണമെന്നില്ല കേട്ടോ, സാധ്യതകളുണ്ട്. നിങ്ങൾ പേടിക്കാതെ ധൈര്യമായിട്ട് ചെല്ലാം. ഈ സാധനം കയറി കഴിഞ്ഞാൽ പിന്നെ ഇറക്കിക്കളണമെങ്കിൽ എളുപ്പമല്ല, അന്നത് മനസ്സിലാക്കാം. പിന്നെ ഇത് കയറിയിട്ടുണ്ടെന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ കുറച്ച് സയൻസ് മാത്രം ചിന്തിക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല. പക്ഷേ അത് ദുരിതം നിങ്ങളുടെ പുറകെ വരും. ഞാൻ പറഞ്ഞു തന്നത് ഈ വയസ്സായ ആൾക്കാർ, പ്രായമായിട്ട് മരിക്കാൻ കിടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു പ്രേതാത്മാവുണ്ട് അല്ലെങ്കിൽ ഒരു ശത്രുബാധ ഉണ്ടെന്ന് വിചാരിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് മരണത്തിലേക്ക് പോകാൻ പറ്റില്ല. അതങ്ങനെ കിടക്കും. അങ്ങനെ കിടന്ന് കുറേ ഇങ്ങനെ ദുരിതങ്ങൾ അനുഭവിച്ച് അങ്ങനെ, അതായത് നമുക്ക് ബുദ്ധിമുട്ട്,
നമ്മൾ നോക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകും. പക്ഷെ അല്ലാത്ത ആൾക്കാർ മരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പെട്ടെന്നായിരിക്കും മരിക്കുന്നത് അല്ലേ. ഹാർട്ട് അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരിക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സമയത്ത് അങ്ങനെ പോകുന്നു. അവർ തലേദിവസം വരെ ചിരിച്ച് കളിച്ച് വർത്തമാനം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സുഖകരമായ മരണമല്ലേ അല്ലേ, നമ്മളെല്ലാവർക്കും എല്ലാവരും ആഗ്രഹിക്കുന്ന ആ മരണമാണ്. പക്ഷെ ആ മരണം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ എനർജി നിങ്ങളെപ്പോഴും കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് വെക്കുക തന്നെ വേണം. എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് ഏത് പ്രായത്തിലാണെങ്കിലും നിങ്ങളത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ അത്തരം കേസുകളിൽ മരണം അങ്ങനെ മരിക്കാതെ ഇങ്ങനെ കിടക്കും. അപ്പോൾ അതിന് നമ്മുടെ ചില സ്ഥലങ്ങളിലൊക്കെ അതിനുള്ള പൂജകളൊക്കെ ചെയ്യുന്ന ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഈ കൊടുങ്ങല്ലൂർ അടുത്തൊരു ക്ഷേത്രമുണ്ട്. അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഗതി പോകും. പേര് ഞാൻ മറന്നുപോയി. കാരൂർ മഠം. കൊടുങ്ങല്ലൂർ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യണം. ഞാനവിടെ പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ ഇങ്ങനത്തെ എന്തൊക്കെയോ പരിപാടികളുണ്ടെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. എനിക്ക് അതിൻ്റെ ആവശ്യം വരാത്തതുകൊണ്ട് എനിക്കറിയില്ല. അറിയാവുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ചിലത് ആൾക്കാർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ 2-3 ദിവസം ഞാൻ അടുത്ത് ചെയ്ത് കൊടുത്ത് നമ്മൾ ഹീൽ ചെയ്ത് ആ സാധനത്തിന് അവിടെ നിന്ന് മാറ്റി കഴിയുമ്പോൾ ഈ സോള് റിലീസ് ചെയ്ത് പോകും. അപ്പോൾ ഇതൊരു വലിയൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് പല സംശയങ്ങളും ചോദിക്കാൻ പറ്റും. അപ്പോൾ ഒരാൾ മരിക്കേണ്ട സമയം ഉണ്ടാവില്ലേ, അല്ല അങ്ങനെ ഇല്ലെങ്കിൽ ചോദിക്കാൻ പറ്റും. ചോദ്യങ്ങൾ ചോദിക്കാം, പക്ഷേ അതിനപ്പുറത്താണ് ഈ ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ. കാരണം അത് മാത്രമല്ല, അങ്ങനെ വേറെ വിഷയം കൂടി ഉണ്ടായത്. അങ്ങനെയുള്ള ആൾ മരിക്കുമ്പോൾ ചിലപ്പോൾ പ്രോപ്പറായിട്ട് അവർ നമ്മൾക്ക് പോവേണ്ട സ്ഥലത്തേക്ക് പോകണമെന്ന് നിർബന്ധമില്ല. അത് ഈ സോളോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ബാധയുടെ പിടിയിലേക്ക് നമ്മുടെ സോള് പോകാനുള്ള സാധ്യത കൂടി ഉണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞാൽ അവരുടെ കൂടെ അവർ കൊണ്ടുപോകും. അങ്ങനത്തെ വിഷയങ്ങളുണ്ടാവും. പക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ അറിയാൻ പറ്റാത്തതുകൊണ്ട് ഇതൊക്കെ ഒരു വിശ്വാസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ആ വിശ്വാസത്തിൻ്റെ അകത്ത് വലിയൊരു സത്യം കൂടി ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ തമാശയായിട്ടോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിനെ നെഗറ്റീവ് കമൻറ്റ് പറയാനോ കളിയാക്കാനോ നിൽക്കരുത്. കാരണം നിങ്ങൾക്കും വേണമെങ്കിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ആലോചിക്കുക. ചില ആൾക്കാരൊക്കെ നെഗറ്റീവായിട്ടൊക്കെ ചില ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കളിയാക്കുന്ന പോലെ അല്ലെങ്കിൽ അതിനെ ചീത്ത മോശമായ വാക്കുകളൊക്കെ ഇട്ടിട്ട് എൻ്റെ കയ്യിൽ കമൻറ്റ് വരുന്നുണ്ട്. ചില കമൻറ്റുകൾ പറയുന്നുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ള വേറെ ഒന്നുമല്ല. കമൻറ്റ് നിങ്ങൾക്ക് ഇടാം, നിങ്ങളുടെ അവകാശമാണ് കമൻറ്റ് ഇടാമെന്നുള്ളത്. ഏത് ആർക്കും അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ അറിയാത്ത വിഷയങ്ങളെപ്പറ്റി നമ്മൾ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. അതിനെ പുച്ഛിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അത് നിങ്ങൾ വലിയ കർമ്മ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. നമ്മൾ എന്തിനാണ് ചുമ്മാ നമുക്കറിയാത്തൊരു കാര്യം ചുമ്മാ കയറി നമ്മൾ അതൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. 1-2 കമൻറ്റൊക്കെ ഞാൻ കഴിഞ്ഞ കണ്ടായിരുന്നു. അതുകൊണ്ട് ആ വെളിച്ചത്തിലാണ് ഞാനത് പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, ഒരു പ്രശ്നമില്ല. ഈ ചാനലിൽ വന്നത് കാണുന്ന ഒരു നിർബന്ധമില്ല. ആവശ്യമുള്ളവർ മാത്രം ചാനൽ കാണുക. അതിനകത്ത് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. ഈ ഹീലിങ്ങിൻ്റെ കാര്യങ്ങൾ വേണമെങ്കിലും അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ഒരു നിർബന്ധമില്ല. ആവശ്യക്കാർ വരിക, ചെയ്യുക, വിശ്വാസമുള്ളത് ചെയ്യുക. അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം അങ്ങനെ കമൻറ്റ് കണ്ടു, 2 കമൻറ്റുകൾ ഞാൻ കണ്ടു. അപ്പോൾ അതിനകത്ത് അവർ കൂടുതൽ ഞാൻ പറയുന്നില്ല. കാരണം ഇതൊന്നും പ്രതികരിക്കാനുള്ള താല്പര്യമൊന്നും എനിക്കില്ല. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ എന്നെ പറഞ്ഞു പോയതാണ്. എന്തായാലും എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നന്ദി, നമസ്കാരം.